ജൂൺ 28 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഇരണേവൂസ്, വിശുദ്ധ അലാനൂസ്, വിശുദ്ധ ബെനിഞ്ഞൂസ്, വിശുദ്ധ ക്രൂമിനെ, വിശുദ്ധ എജിലോ, വിശുദ്ധ ഹെയ്മാൻ. വിശുദ്ധ ഇരണേവൂസ് 120-202 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഇരണേവൂസ് ജീവിച്ചിരുന്നത്. ഇരണേവൂസ് ഏഷ്യ മൈനറിൽ ജനിച്ചൊരു ഗ്രീക്കുകാരനാണ്. സ്മിർനായിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പിന്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. തന്നിമിത്തം അദ്ദേഹം ദൈവശാസ്ത്രത്തിൽ അതുല്യ പാണ്ഡിത്യം സമ്പാദിച്ചു. അപ്പസ്തോലന്മാരുടെ ശിഷ്യനായ പപ്പ്യാസിന്റെ ഒരു ശിഷ്യനും കൂടിയായിരുന്നു ഇരണേവൂസ്. അതിനാൽ പാണ്ഡിത്യത്തിലും വിശുദ്ധിയിലും ഇരണേവൂസ് ഒന്നുപോലെ വളർന്നു വന്നു. വിജാതിയുടെ തത്വങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനെന്നാണ് തെർത്തുല്യൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. തൻ്റെ സംശയങ്ങളിൽ വിശുദ്ധ ജെറോം ഇരണേവൂസിന്റെ പുസ്തകങ്ങളാണ് ആശ്രയിച്ചിരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള പണ്ഡിതനും വാഗ്മിയുമെന്ന് വിശുദ്ധ എപ്പിഫാനിയസ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. കത്തോലിക്ക ദൈവശാസ്ത്രത്തിന്റെ പിതാവെന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. സമാധാനത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ് ഇരണേവൂസ് എന്ന പേരിന്റെ അർത്ഥം. ഇരണേവൂസ് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ഗോളിലെ ഒരു പ്രധാന കേന്ദ്രമായ ലിയോൺസിലേക്ക് പോയി. 177 വിശുദ്ധ പോത്തിനൂസിന്റെ പിൻഗാമിയായി. ലിയോൺസിലെ രണ്ടാമത്തെ മെത്രാനായി നിയമിക്കപ്പെട്ടു. അവിടെ നോസ്റ്റിക് പാഷണ്ഡതക്കാരും വലന്റിയന്മാരും ധാരാളം ഉണ്ടായിരുന്നു. പാഷണ്ഡതകൾക്കെതിരായ 5 ഗ്രന്ഥങ്ങൾ ഇവരെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. അവയുടെ ഗ്രീക്ക് മൂലം മിക്ക ഭാഗവും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശൈലി ലളിതസുന്ദരമായിരുന്നുവെന്ന് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ലത്തീൻ പരിഭാഷയാണ് ഇപ്പോഴുള്ളത്. വലന്റീനിയൻ പാഷണ്ഡതയ്ക്കെതിരായി ഇരണേവൂസ് 8 പുസ്തകങ്ങൾ എഴുതി. അങ്ങനെ ലിയോൺസിലെ പാഷണ്ഡികളെയെല്ലാം തന്നെ അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് ആനയിച്ചു. അങ്ങനെ സമാധാനം വാഴുമ്പോഴാണ് സെവേരിയൂസ് ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരായി മർദ്ദന വിളംബരം ഇറക്കിയത്. 202 മറ്റനേകം ക്രിസ്ത്യാനികളോടുകൂടെ ഇരണേവൂസ് രക്തസാക്ഷിത്വം വരിച്ചു. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. ഇരണേവൂസിന്റെ മാതൃകയാണ് അനേകരെ രക്തസാക്ഷിത്വത്തിന് സന്നദ്ധരാക്കിയത്. മാതാപിതാക്കന്മാരും തലവന്മാരും തങ്ങൾക്ക് അധീനരായവർക്ക് സദാ തന്മാതൃക നൽകട്ടെ. വിശുദ്ധനായ ഇരണേവൂസെ, ലോകത്ത് ആർത്രൈറ്റിസ് മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.